പ്രൈസ് ഗോഡ്. ആവേ മരിയ. ഒരു കുഞ്ഞു അനുഭവം പറയാനായിരുന്നു കേട്ടോ. ഒരു 2-3 ആഴ്ച മുമ്പ് എനിക്ക് സുഖമില്ലാതെ വന്നു. ശാരീരികമായ കുറച്ച് അസ്വസ്ഥതകളും ബുദ്ധിമുട്ടുകളും ഒക്കെ വന്നു. ഞാൻ കുറച്ച് നന്നായിട്ട് കഷ്ടപ്പെട്ടു. അപ്പോൾ അതിൻ്റെ എന്താ പറയുക, ഡെയിലി ലൈഫിനെയും വർക്കിനെയൊക്കെ എഫക്റ്റ് ചെയ്യുന്ന ഒരു രീതിയായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ ഒരു ദിവസം രാവിലെ എന്നിട്ടിപ്പം എനിക്ക് വയ്യ, ഇങ്ങനെ കിടക്കുക, ഒന്നും ചെയ്യാനൊന്നും തോന്നുന്നില്ല, ഭയങ്കര ടയേർഡായിട്ടിരിക്കുന്ന ഫീലിംഗ്. ഞാൻ ഈശോട് പറയായിരുന്നു, ഈശോയെ ഇപ്പോൾ ഇത്രയും ദിവസമായിട്ട് എനിക്ക് കുറയുന്നില്ലല്ലോ, ഇത് കുറയാതെ വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും എനിക്ക് അറിയാലോ എന്നും പറഞ്ഞിട്ട് ഞാൻ അവിടെ ഇങ്ങനെ ഈശോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, ബുദ്ധിമുട്ടുകളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ഞാൻ ലാസ്റ്റ് പറയുകയാണ്, ചിലപ്പോൾ 2 ദിവസം കഴിയുമ്പോഴേക്കും അങ്ങ് മാറിക്കോളും, അപ്പോൾ മാറിക്കോളുമായിരിക്കും, പേടിക്കാനൊന്നുമില്ല. ആ ഒരു ഞാൻ സ്വയം അങ്ങ് എന്താ പറയുക പറയാണ്, 2 ദിവസത്തിനുള്ളിൽ മാറിക്കോളും, വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. അങ്ങനെ ഞാൻ ഈശോട് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഈശോ എനിക്ക് കാണിച്ചെന്ന ബൈബിളിലെ ഒരു ഭാഗം എനിക്ക് ഇങ്ങനെ ഈശോ കാണിച്ചു തരുവാണ്. അത് രക്തസ്രാവക്കാരി സൗഖ്യപ്പെട്ട ആ ഒരു സന്ദർഭം. മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായം 21-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, അവന്റെ വസ്ത്രത്തിലൊന്ന് സ്പർശിച്ചാൽ മതി, ഞാൻ സൗഖ്യം പ്രാപിക്കും എന്ന് അവള് മനസ്സിൽ വിചാരിച്ചു. ഈശോ അത് അറിഞ്ഞിട്ട് തിരിഞ്ഞു നിന്ന് ആ സ്ത്രീ അവരോട് പറഞ്ഞു, മകളെ ധൈര്യമായിരിക്കുക, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. ആ നിമിഷം അവൾ സൗഖ്യപ്പെട്ടു. അപ്പൊ എനിക്ക് ഈ വചനം കിട്ടിക്കഴിഞ്ഞ് ഇനിയിപ്പം ഞാൻ എന്ത് ചെയ്തു, ഞാൻ വേഗം തന്നെ ബൈബിൾ എടുത്തത് വായിച്ചു. അത് കഴിഞ്ഞപ്പോൾ ഞാൻ എന്റെ മനസ്സിലൊരു ഉറപ്പായി, ഓക്കെ 2 ദിവസത്തിനുള്ളിൽ ഞാൻ എനിക്ക് അസുഖമൊക്കെ മാറും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ 2 ദിവസം കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് ഒരുപാട് ആശ്വാസം, ഫാർ ബെറ്ററായി നമ്മൾ പറയില്ലേ, വളരെ വളരെ ആശ്വാസമായിട്ട്. പിന്നെ അപ്പം തന്നെ ഈശോട് പറഞ്ഞു, നീ എനിക്ക് തക്ക സമയത്ത് വചനം തന്ന് എന്നെ ഏറ്റെടുത്തതിന് നിനക്ക് നന്ദി പറയുന്നു. അപ്പൊ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാവുമ്പോൾ നമ്മൾ ഈശോട് പോയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനുത്തരമായിട്ട് ഈശോ നമ്മളോട് സംസാരിക്കും. അതൊരു പക്ഷേ വചനത്തിലൂടെ ആയിരിക്കാം, ചിലപ്പോൾ ഏതെങ്കിലും ഒരു വ്യക്തിയിലൂടെ ആയിരിക്കാം, ചിലപ്പോൾ എന്തെങ്കിലും ഒരു വീഡിയോയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സന്ദർഭത്തിൽ എന്തെങ്കിലും ഒരു കാര്യത്തിലൂടെ ഈശോ നമ്മളോട് സംസാരിച്ചിരിക്കും. നമുക്ക് വേണ്ട ഉത്തരം, അതായത് നമ്മുടെ സിറ്റുവേഷൻ അനുസരിച്ച് നമ്മൾ കടന്നു പോകുന്ന അതിനനുസരിച്ച് ഈശോ നമ്മളോട് സംസാരിച്ചിരിക്കും. നമുക്കെന്താ പറയാ, നമുക്കൊരു ഉറപ്പ് തരും, കുഞ്ഞെ നിന്റെ കൂടെ ഞാനുണ്ട് എന്നുള്ള ഒരു ഉറപ്പ്. എന്റെ ഈ ഒരു അനുഭവത്തിൽ പറയുകയാണെങ്കിൽ എന്നോട് ഈശോ വചനത്തിലൂടെ സംസാരിക്കും. ആ വചനത്തിൽ ഞാൻ ഉറച്ചു വിശ്വസിച്ചു, എനിക്ക് അതിന്റെ അനുഭവം ഉണ്ടായി. നമ്മളെപ്പോഴും എന്താ പറയാ, ഈശോ എന്താണോ പറയാന്നത് എന്നുള്ളതൊന്ന് ശ്രദ്ധിച്ചിരിക്കാൻ ശ്രമിക്കണം. എപ്പോഴൊന്നും ചിലപ്പോൾ മനസ്സിലായെന്ന് വല്ല, പക്ഷെ നമ്മൾ അതിനൊന്ന് ട്രൈ ചെയ്യുമ്പോൾ അത് ഈശോ എന്താണ് നമ്മളോട് പറയാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് നമുക്ക് കിട്ടും. ഈശോ എല്ലാവരുടെ അടുത്തും വരുന്നുണ്ട്, എല്ലാവരുടെയും കാരണം ഈശോ എല്ലാം അറിയുന്ന ഒരാളാണ്. ഈശോ അറിയാതെ ഒന്നും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കില്ല. അപ്പൊ നമുക്ക് ആവശ്യമുള്ളത് തക്ക സമയത്ത് ഈശോ നമുക്ക് തന്ന് നമ്മളെ വഴി നടക്കും, നമ്മുടെ എന്ത് ബുദ്ധിമുട്ടുകളാണ്. അപ്പോൾ ഈശോയിൽ ഉറച്ചു വിശ്വസിക്കുക, ഈശോയുടെ വചനം, ഈശോനെ ഒരിക്കലും ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തരുത്. എപ്പോഴും ഈശോയുടെ കൂടെ കൈ പിടിച്ച് മുന്നോട്ട് പോവുക. പ്രൈസ് ഗോഡ്. ആവേ മരിയ.